ജി സുകുമാരൻ നായർക്കെതിരെ NSS കണയന്നൂർ കരയോഗം. അയ്യപ്പ സംഗമത്തിൽ ജി സുകുമാരൻ നായരുടേത് വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലെന്നാണ് വിമർശനം. ജനറൽ സെക്രട്ടറിയുടേത് നിരുത്തരവാദപരമായ പ്രസ്താവനയെന്നും കരയോഗം പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വനിതകളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അന്ന് അതിനെതിരെ ശക്തമായിട്ട് നിന്ന NSS നാമജപം മുതലായ എല്ലാ പരിപാടികളും കൂടി നടത്തി ഈ അന്നത്തെ ആചാര ലംഘനത്തിനെതിരായി നിന്നതാണ് NSS. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ നമ്മുടെ NSS കരയോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇന്നെടുത്തത്. അതിൽ ഞങ്ങളുടെ ഈ കരയോഗത്തിനും കരയോഗ കുടുംബാംഗങ്ങൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട്. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാൻ. ആര്യ, ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായി ഇങ്ങനെ നിലപാടെടുക്കാൻ മാത്രം കണയന്നൂർ കരയോഗത്തിലെ പ്രതിനിധികളെ പ്രകോപിപ്പിച്ചതെന്താണ്? നൗഫൽ, അയ്യപ്പ സംഗമത്തിലെ അനുകൂല നിലപാട് തന്നെയാണ് ജി സുകുമാരൻ നായരുടെ അവർക്കെതിരെ തിരിയാനുള്ള ഈ ഒരു കാരണം. ജനറൽ സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർ ഇവരോട് പറയാതെയാണ്, പ്രതിനിധികളുമായി സംസാരിക്കാതെയാണ് ഈ ഒരു അനുകൂല നിലപാടെടുത്തതെന്നും അതുമായി സംസാരിച്ചതെന്നുമാണ് കണയന്നൂർ കരയോഗത്തിന്റെ പരാതി. വീണ്ടും വിചാരമില്ലാത്ത നടപടിയാണെന്നും ഇതിൽ ശക്തമായി തന്നെ വിമർശനം രേഖപ്പെടുത്തുന്നുവെന്നും ഇന്നലെ ചേർന്ന ഈ അവരുടേതായ മീറ്റിംഗിൽ പറയുകയുണ്ടായി. അതിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം പ്രതിഷേധാർഹമാണെന്നും പറയുന്നു. ശബരിമലയിലെ വനിതാ പ്രവേശനത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ശക്തമായി നിന്ന കരയോഗമാണ് ഇന്ന് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ NSS കരയോഗം ജനറൽ സെക്രട്ടറി അനുകൂല നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് അവരുടെ സ്വന്തമായിട്ടുള്ള നിലപാട് മാത്രമാണ്, അതിൽ കരയോഗത്തിന് പങ്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ നയംമാറ്റം ഉണ്ടായതെന്ന് വ്യക്തമാക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഉടമ്പടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം. ഈ ഒരു നിലപാട്, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് സ്വജനപക്ഷപാതമാണെന്നും മറ്റ് കരയോഗങ്ങളിലും ഈ ഒരു നിലപാടിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ടെന്നും ഇപ്പോൾ ചേർന്ന ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കുകയുണ്ടായി. വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം. ഇത് NSSന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കരയോഗം പ്രസിഡന്റും ട്രഷററും ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. സുകുമാരൻ നായരുടെ